ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആൾക്കാരെ പറ്റി നമ്മൾ നെഗറ്റിവിറ്റി പറയേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ എനിമിറ്റി അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റിവിറ്റി അതിലേക്ക് വരും. നമ്മുടെ മമ്മൂക്കയുടെ ഒരു ലുക്ക് പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഏതൊരു ക്യാരക്ടർ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയൊന്നും പറയില്ലേ, അങ്ങനെയൊന്നും പറയില്ലേ. ആഗ്രഹിച്ചിട്ട് സംഭവം വന്നു, കമ്മിറ്റ് ചെയ്തു, അഡ്വാൻസും മേടിച്ചു, പണവും തുടങ്ങി ചേസ് ആയി കഴിഞ്ഞിട്ട് നീ പറയാ ഇങ്ങനത്തെ റോളല്ലേ പുള്ളി എന്നാ പറഞ്ഞാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സജാസ് ചേട്ടന്റെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തീരുമാനിച്ചില്ല. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നു. ഇനിയിപ്പോ നമ്മളറിയാതെ അല്ല എന്തെങ്കിലും പുതിയ പ്രൊജക്ട് ഉണ്ടോ? ഹായ് ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ദിസ് ഇസ് മീ അഞ്ജലി. എൻ്റെ അടുത്ത് 3 ഗസ്റ്റുകളുണ്ട്. നമ്മളുടെ ഷെയ്നികം, സണ്ണി വേൻ, എസ് സജാസ്. സണ്ണി ചേട്ടാ, എന്താണ് ഈ ഒരു പുതിയ ലുക്ക്? ഇതിപ്പം നമ്മുടെ മമ്മൂക്കയുടെ ഒരു ലുക്ക് പോലെ ഉണ്ടല്ലോ. മമ്മൂക്കയുടെ ആ ഒരു സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്താണോ? അല്ല, ഞാനിപ്പം പെരുമാനി എന്ന് പറഞ്ഞൊരു സിനിമ ഒറ്റപ്പാലത്ത് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ടോട്ടലി വിചാരിച്ചു ഒന്ന് ഹെയർ ടോട്ടലി ഒന്ന് മാറ്റി കളഞ്ഞേക്കാം. അപ്പം അങ്ങനെ പിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ നല്ലതാ അല്ലേ, നല്ല ലുക്ക് ഉണ്ട്. അപ്പൻ്റെ ഏകദേശം അപ്പൻ്റെ ഏകദേശം അവർക്ക് താടി വന്നപ്പോഴാണ് അപ്പറിലേക്ക്. ഇപ്പോ ഒരുപാട് നെഗറ്റീവ് ജഡ്ജ്മെന്റ്സ് ഷൈൻ ചേട്ടനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ RDX എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഷൈൻ ചേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാരണം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. ഷൈൻ ചേട്ടനെ ഒരുപാട് റിജക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ അപ്പുറം ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താണ് ഷൈൻ ചേട്ടന് പറയാനുള്ളത്? അവരോടൊക്കെ സ്നേഹം. ഇപ്പൊ 2 പേരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അതെ, വൺ ലവ്. എല്ലാവരോടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വൺ ലവ് കൊടുത്തേക്കാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ. 2 കൂട്ടരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. 2 കൂട്ടരോടും എന്താ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ നമ്മളുടെ ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് കാണും, ഒരുപാട് ഫെയിലിയേഴ്സും സംഭവിച്ചു കാണും. അപ്പൊ അതിൽ നിന്നൊക്കെ മെന്റലി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് ശ്രമിക്കേണ്ടി വരുമായിരിക്കും അല്ലെ? അപ്പൊ ഷൈൻ ചേട്ടൻ ആ ഒരു ടൈമിലൊക്കെ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? മാറി നിൽക്കുമായിരുന്നു? ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാര്യം അതാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതും അത് തന്നെ ചെയ്യുമ്പോഴേ സന്തോഷമുള്ളൂ. ഇതിപ്പോ ഷൈൻ ചേട്ടൻ ഇപ്പൊ ചിരിക്കുന്നതാണെങ്കിലും മുടി വളർത്തുന്നതാണെങ്കിലും എല്ലാം പ്രശ്നമായിരുന്നു ഒരു സമയത്ത്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, അതോ അതിനെ അങ്ങ് വിട്ട് കളയാണോ ചെയ്തത്? ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് ചിലവർക്ക് വേറെ ഒരാളെ പറ്റി ഡിസ്കസ് ചെയ്യണത് ഇഷ്ടമായിരിക്കും. ഇപ്പൊ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായക്കിരുന്ന് സംസാരിക്കുമ്പോ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവരത് ഇഷ്ടപ്പെടും. അത് ഇനിയിപ്പോ നാളെ ഞാനല്ലെങ്കിൽ വേറെ ഒരാളെ പറ്റി സംസാരിക്കല്ലോ, അങ്ങനെയുള്ളവർ അങ്ങനെ പോകും. നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇപ്പൊ നമ്മുടെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. വേറെ ഒരാളെ പറ്റി സംസാരിച്ച് വേറെ കുറ്റം കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇവരെ റിയൽ ലൈഫിൽ ഇവരെ അല്ല, ഇവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടറിന്റെ കാര്യം പോലെ തന്നെയാണ് ഇവരുടെ റിയൽ ലൈഫിൽ വേറെ ഇഷ്യൂസും പ്രഷറും പല മീൻസ് അത് സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് കൂടി ആലോചിക്കണം. നമ്മളിപ്പോ ഫാമിലി ആണെങ്കിൽ ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനകത്ത് മാത്രമാണ് നിൽക്കുന്നത്, സോഷ്യലി കണക്ട് ആയിട്ടാണ്. ഇതുപോലുള്ള മീൻസ് എനിക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പല സമയത്തും. കാരണം ഇവര് പബ്ലിക്ലി കണക്റ്റഡ് ആണ്, പക്ഷെ ഇവർ വന്നിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ സംഭവമാണ്. അപ്പൊ അതും അവിടെ മൈൻഡിൽ വെച്ച് നമ്മൾ ആക്ഷൻ പറയുന്ന സമയത്ത് വേറൊരാളായി മാറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ ആക്ഷൻ പറയും വീണ്ടും മാറുന്നത് വലിയൊരു എഫേർട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു അതൊക്കെ ആൾക്കാർക്ക് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, അതല്ലല്ലോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വേറെ അല്ലേ. ഇൻട്രസ്റ്റിംഗ് സൈഡ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കാണെങ്കിൽ ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊക്കെ ഉണ്ട്, എത്രയൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ അതേപോലെ. അപ്പൊ അത് ആൾക്കാർ കൂടുതൽ റീച്ച് ആവുന്ന തോട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും തെറ്റൊന്നുമല്ല, നിങ്ങളുടെ ഭാഗത്ത് ശരി. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ
അത് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്യും. എനിക്കിപ്പോ വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോലി ചെയ്യാനാണ് താല്പര്യം. നമ്മൾ ചെയ്ത് പോകുന്ന പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റണ എന്താണോ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പരിമിതിക്ക് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതിന് ചിലതിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചില ആൾക്കാർ അതിനെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി വശങ്ങൾ എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായ സൈഡാണ്. അത് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആൾക്കാരെ പറ്റി നമ്മൾ നെഗറ്റിവിറ്റി പറയേണ്ടി വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ എനിമിറ്റി അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റിവിറ്റി അതിലേക്ക് വരും. അപ്പൊ ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കണ്ട, നമുക്ക് അതൊന്നും സംസാരിക്കാതെ നമ്മുടെ വർക്കും അത് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഭവം അതിലൊക്കെ ഇങ്ങനെ നൈസായിട്ട് പോകാം. ബാക്കി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കണല്ല, അതൊക്കെ തനിയെ സംഭവിച്ചു പോയത് നമ്മുടെ ഓരോ ജീവിതത്തിന്. നമ്മളെടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ പ്രിപ്പറേഷൻസും ഒക്കെ എന്ന് പറഞ്ഞാല് ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ. അതാണ് നമ്മുടെ ആഗ്രഹവും ആവശ്യവും. ബാക്കി വ്യക്തിപരമാണ്. സജാസേട്ടന്റെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നു. ഇപ്പൊ നമ്മളറിയാതെ അല്ല എന്തെങ്കിലും പുതിയ പ്രൊജക്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു സ്ക്രീൻ റൈറ്റർ എന്ന നിലയ്ക്ക് ഒരാൾ ഇപ്പം ആഗ്രഹിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ചില ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. സജാസേട്ടൻ എങ്ങനെയാണ്? ഇല്ല, എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇത് തന്നെയാണ്. ഇപ്പം ഞാനിത് എഴുതുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രഷർ വേറെ ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ടാണ് എപ്പോഴും എടുക്കാറ്. കാരണം ആ പ്രഷറിനകത്ത് നമുക്ക് ഇവിടെ ഒരു ടൈം ലൈനും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ചിലപ്പം പ്രഷർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അത് വരും, അല്ലെങ്കിൽ നമ്മൾ ലേസി ആയി പോകും. അപ്പൊ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പോയിട്ട് ചൂസ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ. ഞാനിപ്പം PG കൈൻഡ് ഓഫ് എന്തെങ്കിലും കോഴ്സ് ഞാനിപ്പം വീണ്ടും പോയിട്ട് MSW ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മൂവി റിലീസിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതാണ് ഭയങ്കരമായിട്ട് മീൻസ് ബിസി ആയിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ് ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് പ്രത്യേകിച്ച് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും എഴുതാനും പറ്റില്ല. നമ്മൾ ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഫ്രണ്ട്സോ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മറ്റേത് ആ സീനിൽ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഈ സ്ക്രീൻ ഇങ്ങനെ എഴുതുമ്പം ചിലതൊക്കെ ആദ്യം എഴുതിയതൊക്കെ ചിലത് ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വരും. ആദ്യം എഴുതിയത് ഇപ്പൊ എഴുതുമ്പോ വേണ്ട, അങ്ങനെ മാറ്റി വെച്ച കുറെ തോട്ടുകൾ മാറ്റുക എന്നുള്ളത് അതെപ്പോഴും സംഭവിക്കുന്നത്. സണ്ണിച്ചേട്ടൻ വരുമ്പോ തൊട്ട് ഈ നേരം വരെ മിണ്ടാതിങ്ങി ഇരിക്കുക. എന്താ അടുത്ത് ഇപ്പം സണ്ണിച്ചേട്ടൻ ഇനി ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു റോളുകളുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം പോലീസ് റോള് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ എല്ലാരും ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പൊ സണ്ണിച്ചേട്ടന് ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചൊരു റോളാണല്ലോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്റ്റക്കായി പെടുകയുള്ളൂ. അതിങ്ങനെ ഇത്രയും കാലത്ത് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിങ്ങനെ അത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, അത് കോൺസ്പിറസി തിയറി അല്ലെ? നമ്മൾ ഇരുന്നിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് അവരിലേക്ക് എത്തുകയല്ലോ ഉണ്ട്. ഇപ്പം നല്ല നല്ല കഥാപാത്രങ്ങൾ അവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രോജക്റ്റ് ആവുക, സിനിമ തിയേറ്ററിൽ വരിക, ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുള്ള ഒരു പടം വരുന്നത്. നമ്മുടെ അടുത്തൊന്ന് കഥ പറഞ്ഞാൽ ചിലപ്പോ എല്ലാ സിനിമ ആവാൻ ചിലപ്പോ അതിന്റെ പ്രോജക്ട് ഡിലേ ആയി പോകും. ശരി, നമ്മളിപ്പോ ഏതെങ്കിലും ക്യാരക്ടർ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയൊന്നും പറയില്ലേ. എനിക്ക് ഇങ്ങനെ ഒരു ഇത് വേണം അല്ലെ? അല്ല, നമ്മളെല്ലാരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹിച്ചിട്ട് സംഭവം വന്നു, കമ്മിറ്റ് ചെയ്തു, അഡ്വാൻസും മേടിച്ചു, പടവും തുടങ്ങി, റിലീസ് ആയി കഴിഞ്ഞിട്ട് നീ പറയാ ഇങ്ങനത്തെ റോളല്ലേ പുള്ളി എന്നാ പറഞ്ഞാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളെപ്പോഴും ഇന്റർവ്യൂവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം അതെന്നാന്നോ, എല്ലാരും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. മനുഷ്യരെല്ലാരും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പക്ഷെ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ നിങ്ങൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ
അപ്പോൾ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കഥാപാത്രത്തിന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതുമയുണ്ടാവും. ഓക്കെ. ആ പുതുമ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു സക്സസ് ആണ്. ഇപ്പൊ പറയാതിരിക്കുന്നതായിരിക്കും ഇപ്പൊ നല്ലത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.